ഞാൻ എൻ്റെ വീഡിയോ കയറ്റിയിട്ടതാണ്. ഞാൻ ചെറിയ 2 ചക്കയുടെ റീലും ഉണ്ടത്. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മാസം കഴിച്ച ചക്കയുടെ ഇങ്ങനെ ഫോണിലെടുത്ത് വെച്ചാണ് ഇന്ന് 2 ഷോർട്സ് ഇട്ടത്. പക്ഷെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇന്ന് ചക്കയുമായിട്ട് വരുമെന്ന്. ചക്കയുമായിട്ട് വരുമെന്ന് ചക്കയുമായിട്ട് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ റീലൊക്കെ ഇട്ട് അത് ഓടിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ചക്കയായിട്ട് ഇവിടെ എത്തുമ്പോൾ പഴുക്കും. അത് ശരിയാ. ചക്ക അവിടെ കൊണ്ടുപോകുമ്പോൾ അവിടെ എത്തുമ്പോൾ പഴുക്കും. ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യണം. ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ പച്ചയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ പഴുക്കും. ഞങ്ങളുടെ നാട്ടിലോട്ട് വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വരുന്ന വഴി കാടൊക്കെ കയറി വരുന്നു. അപ്പൊ ഞങ്ങൾ എപ്പോഴും ആനനെ കാണും. നമ്മൾ പോയപ്പോഴൊക്കെ ആനനെ കണ്ടോണ്ട് നിൽക്കാൻ വഴി ഇതുവരെ ആനയെ കാണാതിരുന്നില്ല. ആന ഇവിടെ കണ്ട് പേടിച്ചോടി. എനിക്ക് ആനയെ പേടിയൊന്നുമില്ലല്ലോ. എന്നെ പേടി ആനയ്ക്കൊക്കെ നിങ്ങൾക്കറിയാവോ. എന്നെ ഭയങ്കര പേടി ആനയ്ക്ക്. എന്നെ കാണുമ്പോൾ അവന്റെ ദേവരുടെ സിനിമ ഉണ്ടല്ലോ, വരുന്ന വഴിക്കൊരു പേടിച്ചോടി കാണും. സത്യമാണ്, എന്നെ കണ്ടാലും പേടിച്ചോടി കാണും. മൈസൂർ വരുന്നതിന് പറയണ്ട കേട്ടോ. ആ കാട്ടിലെ ആന മുഴുവൻ എങ്ങോട്ടെങ്കിലും എന്നെ ആനക്കൊക്കെ പേടിയാലേക്കാ. ഇതാണ് എന്നെ ആനക്കൊക്കെ പേടിയാ, അറിയാമോ? സത്യമായിരിക്കും. പേടിയുണ്ട്. എവിടെ പോയത് അശ്വതി? ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയതാണോ? അശ്വതി എന്ത് ഫുഡ് അശ്വതി കഴിച്ചേ? അശ്വതി വൈകിട്ട് ആ ഉമ്മച്ചി കുരങ്ങുന്നു. നല്ലതാ, നല്ല പേര്, നല്ല പേര് കുരങ്ങി. അശ്വതി ഞങ്ങൾ എത്ര വഴക്കിട്ടാലും ഇന്നുവരെ ഇവിടെ കുരങ്ങിന്ന് വിളിച്ചിട്ടില്ല കേട്ടാ. ഇത്ര വർഷമായിട്ട് എനിക്ക് ചിരി വരുന്ന വിളിച്ചിട്ടില്ല ഇതുവരെ. കുരങ്ങിന്ന് വിളിച്ചിട്ടില്ല ഇതുവരെ. കൊരങ്ങിന്നല്ല, കൊരങ്ങൻ. ഇതിനൊക്കെ കൊരങ്ങൻ എന്ന് പറയാം. നാട്ടിൽ പോയപ്പോൾ ചക്ക മൂത്തിട്ടില്ലായിരുന്നു. മൂക്കാത്ത ചക്ക കഴിക്കേണ്ടത് കേട്ടോ. മൂക്കാത്ത ചക്ക കുഴച്ച് സൂപ്പർ ടേസ്റ്റ്. കുരങ്ങാനല്ല, കുരങ്ങൻ. എനിക്ക് വ്യക്തമായിട്ട് പഴുത്ത ചക്കേനേക്കാൾ ഇഷ്ടം പച്ചച്ചക്ക കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം പച്ചച്ചക്ക. നീ എന്നെ കുരങ്ങാന്ന് വിളിച്ചിട്ടുണ്ടോ? അതെന്താ നമ്മൾ കുരങ്ങനും കുരങ്ങെന്ന് വിളിക്കാതെ? അങ്ങനല്ല, നമുക്ക് മൂത്തൂക്കി അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. അതാണ് ഇപ്പൊ എന്റെ മൂത്തൂക്കിട്ട് കുരങ്ങാന്ന് വിളിക്കാൻ ആകപ്പാടി ലോകത്ത് പറ്റിയ ഒരേ ഒരാളേ ഉള്ളൂ. ഇതേ അശ്വതി, ഇതേ രീതിന്ന് വിളിക്കുന്നു. എന്റെ മുഖത്ത് നോക്കിട്ട് കുരങ്ങിന്ന് വിളിക്കാൻ പറ്റിയ ഒരേ ഒരാള് അശ്വതി, ഇതേ വിളിച്ചു. അയ്യേ, അശ്വതി ഗൾഫിൽ നിന്ന് പറഞ്ഞിട്ട് മിഠായി പോലും തന്നില്ല കേട്ടോ അശ്വതി. അതൊന്നും മോശമില്ല. കുരങ്ങാന്ന് വിളിക്കുന്നതല്ല മോശം. അല്ല, മിഠായി തന്നാ അതും ഇല്ല, വന്നിട്ട് കുരങ്ങാന്ന് കുരങ്ങെന്നൊക്കെ വിളിക്കുകയും ചെയ്ത്. അന്നാ ഒരു പാഴ്സൽ ഞങ്ങളുടെ അഡ്രസ് ഞങ്ങൾ പറഞ്ഞു തരത്തില്ലേ. ഞങ്ങൾക്ക് ഒരു പാഴ്സൽ 2-6 മിഠായി ആയിട്ട് പാവങ്ങള്. 2-6 മിഠായി പാവങ്ങള് കാണാൻ വരണ്ടല്ലോ. ഞങ്ങൾക്ക് പാഴ്സലായിട്ട് ഞങ്ങൾ അഡ്രസ് ഒക്കെ പറഞ്ഞു തരത്തില്ലേ. വീട്ടിലേക്ക് അയച്ചു തന്നാ പോരെ. മിഠായിയൊക്കെ കഴിക്കും കേട്ടോ. ഞങ്ങൾക്ക് മിഠായി തോന്നില്ല അല്ലെ ഒരു സ്പ്രേ. ഇനിയിപ്പോ ചോദിച്ചു നീ അശ്വതിയുടെ വീടിന്റെ ആധാരം ചോദിക്കും. അയ്യോ, വല്ലാത്ത കഷ്ടമായി പോയി. മനസ്സിലായില്ലേ ഇതിനൊന്നും അടുപ്പിക്കാൻ കൊള്ളത്തില്ല എന്ന്. ഇങ്ങനെ കുഴപ്പം. ആദ്യം ഒന്ന് ചെറുത്, പിന്നെ ഒന്ന് ഇച്ചിരി വലുത്, പിന്നെ കുടുംബമാസകലം ചോദിക്കും. ഉമ്മച്ചിയുടെ വീട് അഡ്രസ് അയക്കാം. വീടിന്റെ അഡ്രസ് അയച്ചു തരാം. മാറിപ്പോയി. വീടിന്റെ അഡ്രസ് അയച്ചു തരാം. അഡ്രസ് അയച്ചു കൊടുക്കും. പാവം ഞാൻ അഡ്രസ് പറയാം. അഡ്രസ് പറഞ്ഞു തന്നേക്കാം. വീട് അയക്കണമെന്നില്ല. പിന്നെ മിഠായി അശ്വതി ബാബ മാമൻ കഴിച്ചോ? എന്തുവാണ് അശ്വതി ബാബ കഴിച്ചത്? മാമൻ കഴിച്ചോന്ന് ചോദിക്കേ. ലക്ഷ്മിക്കുട്ടി പോയോ? ലക്ഷ്മി ഉടനെ രസമുള്ളു. അശ്വതി ഉടനെ രസമാണ്. ലക്ഷ്മിക്ക് പഠിക്കാനുണ്ടാവും. പറഞ്ഞില്ലേ, സ്കൂളൊക്കെ തുറന്നുകൊണ്ട് പഠിക്കാനുണ്ട്. നേരത്തെ ലൈവ് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പനിയാണോ? അഡ്രസ് പറഞ്ഞുതരാം. നല്ലതാ. പനിയാണെങ്കിൽ എന്ത് കഴിക്കണം എന്നറിയാവോ? ഡോളോ കഴിക്കണം. ഞങ്ങൾക്ക് ഡോളോ സ്റ്റോക്കാ. പിന്നെ കട്ടനെ കുടിച്ചോളോ? കഞ്ഞി കുടിക്കാൻ ഡോളോ കുടിച്ചോ? കഞ്ഞി കുടിച്ചു. കഞ്ഞി കുടിക്കാതെയല്ല, കഞ്ഞി കുടിക്കണം. കഞ്ഞിയും പയറും ചെറുപയറും കഞ്ഞിയും കൂടെ ഒരുമിച്ചിട്ട് അടിക്കണം. ഡോളോ കഴിച്ചു.
ഞങ്ങൾ പണ്ട് അംഗനവാടി കഞ്ഞി എന്ന് പറയും, അത് കഴിക്കണം. അംഗനവാടി കഞ്ഞി ടേസ്റ്റ്. അയ്യോ ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു കേട്ടോ, അത് പറഞ്ഞില്ല ഞാൻ.